അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയത്തെ വിശേഷം കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇവർക്ക് രണ്ടാക്കും ചപ്പാത്തി വേണം. രാത്രി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊരുങ്ങി ചോറും കറി എല്ലാം ഉണ്ട്. അപ്പം ഒന്ന് ചപ്പാത്തി കിട്ടിയേ നിർബന്ധം കേട്ടോ. അപ്പോൾ ചിക്കനുണ്ട് കേട്ടോ. ചിക്കനുണ്ട്, കറിയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാനാണ്. അപ്പൂസിന്റെ വക അടിപൊളി ചിക്കൻ. ഒരു ചിക്കനൊക്കെ എടുത്ത് കൊടുത്ത് എന്തൊക്കെ തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണ് ഓനെ നിച്ചല്ല, ഓനാക്കി വെക്കും എന്തെങ്കിലും കൂടെ ചിക്കൻ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പല അടിപൊളി ആക്കാൻ വിചാരിച്ചിട്ടുണ്ടാക്കും. പിന്നെ സന്തോഷമായിട്ടും പറയുന്നുണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ചിക്കൻ നമ്മൾ എന്നും എന്താ വെച്ചാൽ ഒരേപോലെയാണ് കഴിക്കുന്നത്. അപ്പൊ ഒന്ന് ഒരു വെറൈറ്റി എന്നിപ്പോ മറ്റേ മല്ലിറക്കിയ മഞ്ഞളിറക്കി അതേപോലെ അപ്പൊ ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കിയൊരു ചപ്പാത്തിക്ക് രസവും കരുതിയിട്ട്. അപ്പൊ ഞാൻ ചിക്കൻ മസാല ഒന്നും ആക്കാതെ വെറും ഉള്ളിയും തക്കാളിയൊക്കെ ആക്കിയിട്ട് ഒരു വെറൈറ്റി കറി ഒന്നും ആക്കാതെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്നാലും അത് നമ്മളെ വിശേഷത്തേക്ക് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഏറെ ദിവസം രാത്രി അല്ലെങ്കിലും അമ്മയും സന്തോഷമായിരുന്നു ചോറ് തിന്നലില്ല. അതിന് പകരം ഓട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് തിന്നുക. അപ്പം എന്നാൽ ചപ്പാത്തി ആക്കണം. അങ്ങോട്ട് പുറത്തേക്ക് പോകണം അടുക്കളയ്ക്ക്. അപ്പൂസിൻ്റെ അക്കുറയും കാട്ടിക്കൊടുത്താ. അപ്പം അക്കുറയും പറയാം മീൻ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതിനുള്ള അക്കുറയും ഇതുവരെ വാങ്ങിയതില്ല കേട്ടോ. അപ്പം നമ്മൾ സ്പെഷ്യൽ അക്കുറിയാണ് ഇപ്പോൾ നമ്മൾ ആക്കി വെച്ചത്. ആ കുഞ്ഞുമീന് ചത്തോ എനിക്ക് കാണില്ലല്ലോ. ഇല്ല, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയട്ടോ. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ. തുറന്നാ മതി. ചത്തോ ആ ചെറുതിനെ കാണാട്ടോ. ആ രണ്ടെണ്ണല്ല വേറെ കുഞ്ഞിതുണ്ടായിരുന്നു. രണ്ടെണ്ണം ചത്തുണ്ടോ? അല്ല എനിക്ക് അന്ന് തോന്നി ഒന്നെ ഉള്ളു തോന്നി. ഞാൻ അതിലൊരു മണി പ്ലാന്റ് ഇങ്ങനെ ടച്ച് സെറ്റ് ആക്കാം. നീ ഒരു വലുത് വാങ്ങണം അല്ലേ? വാങ്ങണം, ബോള് വാങ്ങണം. ഞങ്ങക്ക് ബോൾ ഉണ്ടായിരുന്നു മുന്നേ കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ. വീട് പൊളിച്ചപ്പോ അതൊക്കെ പൊട്ടി ചിന്തിച്ചതറി. കോലുമുട്ടായി ഉണ്ടോ? കോലുമുട്ടായി കൊണ്ട് കൊടുത്താണ് കേട്ടോ. അത് കോലുമുട്ടായിന്റെ ഒരു സാധനമാണിത്. അപ്പൊ ഞാനത് ഇങ്ങനെ അവനോട് ചോദിച്ചേ, നമ്മളെ വീഡിയോക്കാരനോടെ ഇത് നമുക്ക് ഷോക്കേസിലേക്ക് ആ കൊണ്ടേക്ക് കാണാനുള്ള രസമല്ലേ? എന്തേലും ഒരു സാധനം നമ്മളെ ഫോട്ടോ ടൈമില് ഒരു സ്കൂളിന്റെ പരിപാടിക്ക് നമ്മള് ഫോട്ടോ എടുത്തു. അപ്പൊ അതേ മുട്ടിക്കാനുള്ള പരിപാടി ഉണ്ട്. ചിക്കനിലേക്ക് പോകാം. ചിക്കന് മസാല തേച്ച് വെച്ചത് അവിടെ എന്നിട്ടില്ല. മാങ്ങ ചെത്തിക്കും. മാങ്ങ ചതച്ചിട്ടുണ്ടോ? ചതച്ചിട്ടുണ്ട്. ഞാനതിന്റെ ചുണ്ട് കടിച്ചതാ. അടിപൊളിയാണല്ലോ. ഒരു പൊട്ടി ഫസ്റ്റ് പൊട്ടിയാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് അപ്പൂസേ പറയണ പണിക്ക് പോകാനായിട്ടുണ്ട്. ഇനി എന്തിനാ കോലുമുട്ടായി എന്നാ ചോദിക്കണേ. ഞാന് എന്റെ മനസ്സിൽ അപ്പൂസ് ഇപ്പോഴും ചേർത്ത അതാ കോലുട്ടായുണ്ട്. അപ്പൊ അമ്മമ്മ അറിയാം. അമ്മമ്മ വീട്ടിൽ ചെന്നാലേ അമ്മമ്മ അമ്മേന്റെ വീട്ടിലേക്ക് ഇരുന്ന് തന്നാ അമ്മേന്റെ ആങ്ങളെപ്പോഴും കൊണ്ട് കൊടുക്കുമല്ലോ മുട്ടായി. അമ്മ ഒന്ന് തിന്നോട്ടോ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. വേണോ? കേൾക്കണോ? ഞാനൊരു മുട്ടായി തിന്നു. മുട്ടായിക്ക് പ്രായവും ഇതൊന്നുമില്ല. മുട്ടായി എപ്പോഴും തിന്നു. യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ മുട്ടായില്ല. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്ക് ഒരു മുട്ടായിയൊക്കെ വായിലിടാ. അപ്പൊ ഇത് വേണ്ടിയല്ല കട്ടിയപ്പം പല്ല് പിടിച്ചു. അപ്പൊ നമ്മള് മാങ്ങണ്ടല്ലേ അടിപൊളിയുണ്ട്. നല്ല ചെനച്ചിട്ടുണ്ട്. പഴുത്ത അതേപോലെ തന്നെ. ഉപ്പൊന്നും വേണ്ട, പുളിയില്ല. പുളില്ലല്ലോ. എന്താ കഴിക്കുന്നുണ്ട്. കിളിച്ചുണ്ട മാങ്ങ തോന്നുന്നുണ്ടോ? എന്താ പേര്? രണ്ടും കൂടി ഇതാക്കണ്ട. മുട്ടായിണ്ട് കോലുട്ടായിണ്ട് കയ്യില് മാങ്ങയുണ്ട്. നിങ്ങൾ തിന്നാണ്ട് മാങ്ങയില്ലേ കടിക്കാതെ
ഉപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് നേരെ ചപ്പാത്തി പിന്നെ വേറെ നമ്മളെ സ്പെഷ്യല് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത വെറൈറ്റി. ഇന്നലെ നമ്മൾ തമിഴ് എഗ് ഉണ്ടാക്കി. എഗ് പൊക്കോട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ അമ്മ എണ്ണ കൊണ്ട് എന്നാലും അടിപൊളിയിട്ടത്. ഇപ്പൊ ഇന്ന് ഏതാണ് തമിഴ കന്നഡ, ഇന്നത് മലയാളം. അപ്പൂസിന്റെ എന്തായി? അപ്പൂസിൻ്റെ മസാലയൊക്കെ തേച്ച് നമ്മളെ ചിക്കനില് കറി വേണ്ടല്ലോ. കറി എങ്ങനെയാ പൂച്ചെത്തില്ലേ? രാത്രി ഇതുവരെയായിട്ട് ഉണ്ടാക്കില്ലല്ലോ ഫുഡ്. രാത്രി ഞങ്ങള് ഞങ്ങളെ നിർബന്ധത്തിനെല്ലാം ആയി കഴിഞ്ഞപ്പോ തന്നെ അപ്പൂസിന്റെ ഓരോ പണിയാണ്. പൊരിക്കാനൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. പൊരിച്ചല്ലോ ഞങ്ങൾ എന്താണെന്നറിയോ, 7 മണിയാകുമ്പോഴേക്ക് തന്നെ ഇവിടുന്ന് ഒക്കെ ആക്കിയിട്ട് കയറി പോകും. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഞങ്ങൾക്ക് പാമ്പിന്റെ ശല്യമാണ്. ഇന്ന് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പാമ്പ് കേട്ടോ. സന്തോഷമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നേരിട്ട് കടയ്ക്ക് പോകുമ്പോൾ നടുവിലുണ്ട് വളഞ്ഞു വളഞ്ഞു കിടക്കണ്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെയിൽ കൊണ്ട് ചത്തതാ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും വായ ആട്ടിട്ട് ഇങ്ങനെ കിടക്കണുണ്ട്. അപ്പം ഞങ്ങൾക്ക് പേടിയാണ് ഇങ്ങോട്ട് ഇറങ്ങാന്. ലൈറ്റൊക്കെ ഫുള്ള് ഉണ്ട്, എന്നാലും ഞങ്ങൾക്ക് പേടിയാ. അപ്പൊ ഇന്ന് ഇവരെ നിർബന്ധത്തിനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് കേട്ടോ. ഇവർക്ക് രാത്രി ശരിക്കും പറഞ്ഞാലേ സമയമായിട്ടില്ല, എന്നാലും ഇപ്പൊ ശരിക്കും സമയത്ത് ഞങ്ങള് ടിവിയിലും വല്ലതും കണ്ടിരിക്കുന്ന സമയോ അല്ലെങ്കിൽ ഈ നേരത്ത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫോൺ വിളിക്കുന്ന സമയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെയാണ് കഥകള് അല്ലേ. ഇപ്പൊ അപ്പൂസിന്റെ ചിക്കനും നമ്മളെ ചിക്കനും ഇനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അതാ നല്ലത് ഒരു കണക്കിന് കേട്ടോ. മസാല കുറവ്. കുരുമുളക് കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലാക്കിയത്. കുരുമുളക് ചിക്കനാക്കാം. അപ്പൂസിന് കുരുമുളകിനോട് വലിയ ഇഷ്ടമല്ല. ഓനതാണ് ഓന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തത്. ഓൻ എന്തൊക്കെയാ ആക്കിയിട്ടിട്ടുണ്ട് അതില്. ചപ്പാത്തി ഉണ്ടാക്കട്ടെ? കോലുമുട്ടായിരുന്നു. എട്ടണയായില്ലേ? ഞങ്ങൾ ഈ ടൈമിലൊക്കെ ഒരു 8:30 നമ്മള് കടന്നുറങ്ങലുണ്ട്. 8:30 നമ്മൾ കടന്നുറങ്ങല്ലേ? അല്ല, ഉറക്കിടക്കും ഉറങ്ങൂല. ഞാൻ 8:30 ഭക്ഷണം കഴിച്ചു കഴിയും. രാത്രിത്തെ എല്ലാ പണിയും എല്ലാതും വൈകുന്നേരം നമുക്ക് തീർത്തിട്ട് മേലെഴുകലും വിളക്കലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ പണി നിർക്കാതെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ അവിടെ ഇരിക്കലാണ് TV കണ്ടിട്ട്. പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കണ്ടേ. അമ്മക്ക് ഈറടിക്കണ്ടോ? ഞങ്ങൾക്ക് കയ്യിൽ ചട്ടുകണ്ട മാറിന്നള. അപ്പൂസ് ചെലേതുണ്ടാക്കിയ നാളേക്കുള്ള ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. രാത്രി എന്തെങ്കിലും മുരിക്കാൻ കൂട്ടാനായിട്ട്. അപ്പോ ഇത് അപ്പൂസ് അറിഞ്ഞിട്ടില്ല സംഭവം. അപ്പൂനോട് പറഞ്ഞപ്പോഴാണ് അപ്പൂസിന് ഇത് പൊരിക്കാനുള്ള പൂതി ഉണ്ടായത് അല്ലേ? ഞാൻ പാമ്പിനെ കണ്ടോണ്ട് ഞാൻ പുറത്തിറങ്ങൂലെന്ന് വിചാരിച്ചതാണ്. പിന്നെ ചിക്കനും ചപ്പാത്തി എന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തി ചോറ് കുറച്ചുള്ളേ. രാത്രി ഇങ്ങനെ ആദ്യമായിട്ടൊരു കുരുമുളക് ചിക്കൻ അന്വേഷിച്ച് ദേഷ്യം കടിച്ച കുരുമുളക് ചിക്കൻ അല്ലേ? രസം കേട്ടോ. കുരുമുളക് ചിക്കൻ ദേഷ്യം കടിച്ചാലും അടിപൊളിയാണ്. എല്ലാ ഉപ്പും എരിവും എല്ലാം പാകമാണ് കേട്ടോ. കുരുമുളകും മാത്രം ഇട്ടുകൊണ്ട് കേടില്ലല്ലോ. ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആക്കിയിട്ട് പിന്നെ എന്താ പറയുക, കുരുമുളകാകുമ്പോൾ അമ്മയ്ക്കും കൊടുക്കാം.
അതിന്റെ എല്ലാ പൂച്ചക്കന് കൊടുത്താ പൂച്ച ഭക്ഷണം നോക്കിക്കോ. നല്ലടാ കൊടുത്തടാ. ഒന്ന് ഉറങ്ങിക്കൂടെ പൂച്ച നമുക്ക്? പൂച്ചക്കൊന്ന് ഉറങ്ങിക്കൂടെ? പൂച്ചക്കൊന്ന് ഉറങ്ങിക്കൂടെ? അയക്കൊരു കഷ്ണം എടുത്തേക്കില്ല, രണ്ടാളും കൂടി തിന്നട്ടെ. അതിപ്പോ ആർക്കാ പൂതി? അട്ടപ്പാർക്ക് ചിക്കൻ ഉണ്ടാക്കിയത് അത് ആരാ തിന്നണ്? ഞാനല്ലോ. ഞാൻ തിന്നിട്ട് പറഞ്ഞോളൂ. അപ്പൊ ആരാ തിന്നണ കൂടുതൽ? ഉണ്ടാക്കിയപ്പോ രസം ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ എവിടെ പോയി? കയ്യിനെ അടിച്ചിട്ട് ചീത്ത അറിയാമോ? പൂച്ചയ്ക്ക് കൂടി ഉപകാരമായില്ലേ ഞാൻ പറഞ്ഞത്? പൂച്ചയ്ക്ക് കൂടി ഉപകാരമായില്ലേ ഉണ്ടാക്കൊണ്ട്? ചൂടതെ അമ്മയുടെ അമ്മ കൊറേ വിളിച്ചു പോയിട്ടോ. സമയം അങ്ങനെ പോയിട്ട് ഞാൻ ചപ്പാത്തി കൂടി ഉണ്ടാക്കട്ടെ. ചപ്പാത്തി റെഡി? ചപ്പാത്തിക്ക് പെട്ടെന്നുണ്ട്. ചപ്പാത്തി പെട്ടെന്നുണ്ട്. രണ്ടെണ്ണം ചുട്ട അമ്മയ്ക്ക് കൊടുത്ത്. എന്തില് കൊറച്ചൊക്കെ ഉണ്ട്. എന്താണ് കുരുമുളക് കുറച്ചുള്ളൂ. അത് തുടങ്ങിയില്ല സംഭവം. അപ്പൊ അമ്മയും അപ്പൂസ് തിന്നല് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കുറച്ചുണ്ട് മതി. നമ്മളത് അതായത് അവിടെ കൊടുത്തയച്ച് കല്ലോ നമുക്കിതിന് നമ്മളിപ്പോ ഇതിനായിട്ടുള്ള പലക കേട്ടത് ഇരിക്കുന്ന പലക അല്ല കേട്ടോ. ചപ്പാത്തി പരത്താനായിട്ടൊരു പലക ഉണ്ട്. അതാണ് ഈ പലക. അപ്പൂസിന് എന്താണ് അപ്പൊ വേണ്ടത്? 1 2 3 4 5 ചപ്പാത്തിക്ക് ഒരു ഓട്ടൊക്കെ വരുന്നുണ്ട്. ഒരു കണ്ണൊക്കെ ഉണ്ടായി. അടിപൊളി. അപ്പൂസേ എന്തായി? എങ്ങനെയുണ്ട് കുരുമുളക് ചിക്കൻ? എങ്ങനെയുണ്ട്? പൊളി പൊളി. എങ്ങനെയുണ്ടമ്മ? നന്നായിട്ടേ ചപ്പാത്തി ഫുള്ള് ചപ്പാത്തി കുഴച്ച് തിന്നായിരുന്നു. എരിവല്ല പോലെ രസമുണ്ട് സംഭവം. എന്നാ വല്ല തിന്നട്ടോ ചേച്ചിയെ. ഒന്ന് കുഴച്ച് റെഡിയാക്കി കൊടുക്കട്ടോ. അപ്പൊ എല്ലാവരും കഴിഞ്ഞു. അപ്പൂസിന്റെ കഴിഞ്ഞു. ഇതെന്താ നാരങ്ങള? നാരങ്ങള ഫേവറേറ്റ് അല്ലേ? ഇപ്പൊ ചപ്പാത്തി മതി. എല്ലാരും വേണ്ട. ഞാൻ വെച്ചേക്കൊണ്ട് സുഖല്ലേ? അമ്മ ഭക്ഷണം കഴിച്ച് ടി വി ടി വി കടന്നുറങ്ങിക്കോളൂ. നീ കിടക്ക സമയം കുറെ സാറായിട്ട് മതി. കാണുമ്പോ തന്നെ നേക്കുണ്ട് ചേച്ചി. കാണുമ്പോ നേക്കുണ്ട്. നോക്കുമ്പോ എന്താ പട്ടാവലെ. അപ്പൊ ഇത് അമ്മേന്റെ ഉച്ചക്ക് വെച്ച ചോറാണ് കേട്ടോ. അല്ല ഞാനാണ്. മട്ടരി അത് നാരങ്ങാച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ടാണ് എനിക്ക് ഇഷ്ടം. നാരങ്ങാച്ചാറും കൂട്ടിയിട്ട് കുറച്ചെടുക്കുള്ളൂ. എന്നാലും ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി തിന്നും ചിലപ്പോ. വെറൈറ്റി അല്ലേ? വെറൈറ്റിയാ. ഒരു കമന്റ് ഉണ്ടത് ഗിരിജ ചന്ദ്രൻ. ചന്ദ്രൻ എന്നാണ് ഇതില് കണ്ടേ? ശരി സന്തോഷിനെ ഇട്ടിട്ട് ഇനി എങ്ങോട്ടും പോകരുത്, അവർക്ക് 3 വലിയ വിഷമായിരുന്നു. ഇപ്പൊ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമുക്ക് ഭയങ്കര ടെൻഷൻ. അല്ല അത് ശരിയാട്ടോ. എന്താ വെച്ചാല് ഓള് ഒരു ഇതില്ലായിട്ട് പോയതാട്ടോ. കാരണം ഇങ്ങനത്തെ മറ്റൊരവസ്ഥയായിട്ട് പോയതല്ല. ഈ കുറെ ദിവസമായി ഓള് മറ്റേ ഈ ചാത്രക്കലിൽ കൂടിയിട്ട്, ചാത്രക്കല് നമ്മുടെ പറയാണ്ട് കൂടിയിട്ട് അപ്പൊ ഒരു നിക്കക്കളില്ലാതെ പോയതല്ല. അത് പോകുന്നില്ല, മറ്റേ എങ്ങോട്ടും പോരാ. അതെന്താ അറിയോ സംഭവം? 2 ചേച്ചിമാർക്കും വരാൻ പറ്റിയില്ല, ആർക്കും പറ്റിയില്ല. പക്ഷെ ഇജ്ജ് പോകില്ലെന്ന് നമുക്കറിയാം. പക്ഷെ മറ്റേ ഒരു ഇതും ഇല്ലാത്തോണ്ട് പോയതാണ്. ഇനി കഴിച്ചോ. സംഭവം സൂപ്പറാ അല്ലേ? അമ്മ കടന്നിറങ്ങി. എല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ നിൽക്കുന്നു. സമയം ഒരുപാടായിരുന്നു. ഇന്നത്തേക്കാട്ട് നേരം വഴിക്കുന്നു.
പണിയിലെന്നൊക്കെ ഇടയ്ക്കൊരു പാട്ട് പാടല്ലേ. അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം നാളെ പുതിയ വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.